ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു മത്തങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 2 പീസാക്കിയിട്ട് ഒരു പീസിൻ്റെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ കലത്തിലാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഈ മത്തങ്ങ പീസുകൾ നമ്മൾ ഇതിലോട്ട് ഇടാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഇടേണ്ട സാധനങ്ങൾ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുക. 1/2 ടീസ്പൂൺ മതിയാവും. അതിനുശേഷം ഒരു 1.5 സ്പൂണ് മുളക് പൊടി. അത് നമ്മുടെ ആവശ്യാനുസരണം ഇടാം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അനുസരിച്ച് ഇടാം. എനിക്ക് ഇച്ചിരി എരിവ് കൂടുതലുള്ളതുകൊണ്ട് അനുസരിച്ച് ഇത്രയും ഇടണ്ടെങ്കിൽ നിങ്ങളുടെ അനുസരിച്ച് കുറച്ച് ഇടാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ഉപ്പുനീരാണ് ഒഴിക്കുന്നത്. അതിലൊരു 1.5 സ്പൂണോളം ഉപ്പുനീര് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യണം. അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായി വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കറിവേപ്പിലയുണ്ട്, പിന്നെ 1/2 മുറി തേങ്ങ ചിരിയതാണ്, അതുണ്ട്, ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഇത് നന്നായി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ രീതിയിലാണ് അരയ്ക്കേണ്ടത്. ഇത് നമുക്ക് ഇത് ഇച്ചിരി കുറച്ച് ഇളക്കി നല്ലതായിട്ടൊന്ന് യോജിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ തവി വെച്ചിട്ട് നന്നായി ഉടച്ചെടുക്കണം. നന്നായി ഉടച്ചതിന് ശേഷം എരിശ്ശേരിയാണല്ലോ, അപ്പോൾ അത് നല്ല രീതിയിൽ ഉടച്ചെടുക്കണം. ഉടച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആദ്യം 1.5 സ്പൂണാണ് ഒഴിച്ചത്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. കടുക് വറുക്കാനായിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അരിക്ക് പകരം ഉഴുന്ന് വേണമെങ്കിലും ഇടാം. പിന്നെ ഒരു കറിവേപ്പിലയുണ്ട്, 2 തണ്ട് കറിവേപ്പില. ഉള്ളി കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുത്തു. അതിനുശേഷം അരി ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരണം കേട്ടോ. പൊട്ടി വന്നതിന് ശേഷം മുളകിട്ട് കൊടുത്തു. മുളകിട്ട ശേഷം കുറച്ച് തേങ്ങ കൂടി ഇടണം. തേങ്ങാപ്പീര് കൂടി ഇട്ട് ഇളക്കി നല്ല രീതിയിൽ അത് ഇച്ചിരി കളറായിട്ട് വേണം. ചുവന്ന് വരുന്ന കളറാകുന്നിട്ട് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ശേഷം കറിവേപ്പില ഇടുക. വീണ്ടും ഇളക്കി നല്ല രീതിയിൽ ഒന്ന് ചുവന്ന വരുന്ന പരുവാകുമ്പോഴത്തേക്കിനും നമുക്കിത് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എരിശ്ശേരിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലോണം ഇളക്കി ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ്. മത്തങ്ങ എരിശ്ശേരി ഉരുളിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചെറിയ കലത്തിൽ നിന്ന് ഇതിലോട്ട് ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങായും ഒക്കെ നല്ല നിറത്തിൽ വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. Little problems we could solve. Try another, but I know you got one. But there's no hurry. The lights calling in the van we're driving to Austin. This feels like time is making fun of me. Taking away at the wall.